നമസ്കാരം. കൊമേഴ്സാണ് കേട്ടോ. പെൺകുട്ടികളുടെ അമ്മ അരി വെന്തോന്ന് നോക്കാൻ പറയാറുണ്ട്. അപ്പോൾ അവർ ഒരു തവിയിൽ ഒന്നോ രണ്ടോ അരി എടുത്ത് നെക്കി നോക്കും. ആ അരി വെന്തിട്ടുണ്ടെങ്കിൽ എല്ലാ അരിയും വെന്തിട്ടുണ്ട്, നല്ലതായിട്ടുണ്ടെന്ന് വിചാരിക്കും. പറഞ്ഞു വരുന്നത് നിഫ്റ്റിയെ കുറിച്ചിട്ടും സെൻസെക്സിനെ കുറിച്ചിട്ടുമാണ് കേട്ടോ. എന്താണ് നിഫ്റ്റി? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ തിരഞ്ഞെടുക്കപ്പെട്ട, ഈ തിരഞ്ഞെടുപ്പ് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും കേട്ടോ, ഏറ്റവും പ്രധാനമായിട്ടുള്ള 50 കമ്പനികളുടെ വാല്യൂവിൻ്റെ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു ആവറേജാണ് നമുക്ക് നിഫ്റ്റി എന്ന് പറയാം. അപ്പോൾ നിഫ്റ്റി ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ 50 കമ്പനികളുടെ വാല്യൂ ഇടിഞ്ഞു, അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെയും വാല്യൂ ഇടിഞ്ഞു എന്ന് കരുതേണ്ടതായിട്ട് വരും ഏകദേശം. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സെൻസെക്സ് എന്ന് പറയുന്നത് എന്താണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ 30 കമ്പനികൾ, അപ്പുറത്ത് 50 ആണെങ്കിൽ ഇവിടെ 30 കമ്പനികളുടെ പെർഫോമൻസിൻ്റെ ആവറേജ് വാല്യൂ ആണെന്ന് പറയാം. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിലാണ് പറയുന്നത് കേട്ടോ. കുറച്ച് കോംപ്ലിക്കേറ്റഡായ ടോപ്പിക്കാണ്. അപ്പോൾ ഇനി മറക്കണ്ട, നിഫ്റ്റിയും സെൻസെക്സും ഇടിഞ്ഞാൽ നമ്മുടെ നാടിന് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പാല ഇടിഞ്ഞു പോവുകയോ വയനാട് തീപിടുത്തം ഉണ്ടാവുകയോ വെള്ളപ്പൊക്കം ഉണ്ടാവുകയോ ചെയ്താൽ ഈ രാജ്യത്തൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നിഫ്റ്റിയിലും സെൻസെക്സിലുമൊക്കെ ആ വലിയുള്ള നിക്ഷേപം എന്ന് പറയുന്നത് അംബാനിക്കും അദാനിക്കും വലിയ വലിയ കമ്പനികളുടെയൊക്കെ നിക്ഷേപമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, സെൻസെക്സ് ഇടിഞ്ഞാൽ രാജ്യത്ത് തകർച്ചയുണ്ടാകും. പക്ഷേ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകണമെന്ന് വലിയ നിർബന്ധമില്ല. അപ്പം ഗുഡ് ഡേ.